ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ സുദർശൻ ചക്ര എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം 2035 ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ തന്നെ അറിയിച്ചത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രോജക്റ്റാണ്. ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആയിരിക്കും ഈ സുദർശൻ ചക്ര എന്ന് പറയുന്നത്. അത് ഇന്ത്യക്ക് ഒട്ടാകെ മൊത്തത്തിൽ ഒരു ഷീൽഡ്, ഒരു പ്രൊട്ടക്ഷൻ, ഇന്ത്യക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഷീൽഡ് ആയിരിക്കും ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ഇതിന്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ലേഔട്ട്, ബ്ലൂ പ്രിന്റ്, പ്ലാനിങ് എല്ലാം 2025-26 കൂടി പൂർത്തിയാകും. 2027 ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2027 മുതൽ ഇതിന്റെ പ്രോജക്റ്റിന്റെ സ്റ്റാർട്ടപ്പ് ഉണ്ടായിരിക്കും. അത് 2035 ഇത് അവസാനിക്കും. അതിനു മുമ്പ് തന്നെ പല രീതിയിലുള്ള ട്രയലുകളൊക്കെ ഇന്ത്യക്കുള്ളിൽ നടപ്പിലാക്കും. ഇത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഇന്ത്യ മുന്നോട്ട് എടുത്തിരിക്കുന്നത്. അതായത് ഒരു എയർബോൺ ത്രെട്ടുകളും ഉണ്ടാകാൻ പാടില്ല ഇന്ത്യയുടെ എയർ സ്പേസിൽ. അതാണ് മെയിനായിട്ട് ലക്ഷ്യമിടുന്നത്. നെക്സ്റ്റ് വരുന്ന 18-ാം തീയതി ഓഗസ്റ്റ് 18 ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യി ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് ചൈനയുടെ സൈഡിൽ നിന്നും ഇതുവരെ ഇതിനെക്കുറിച്ചുള്ള കൺഫേംഡ് ആയിട്ടുള്ള വാർത്ത വന്നിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഡേറ്റ് അറിയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ ഒരു വാർത്ത പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ടൈസ്, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ ഊഷ്മളമാകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ അത് അജിത് ഡോവലും അതുപോലെ തന്നെ ജയശങ്കർ രണ്ടുപേരും കൂടി ചൈന സന്ദർശിക്കും. പിന്നെ ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബോർഡർ വിഷയത്തിൽ അമിക്കബിളി ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഫർദർ ആയിട്ടുള്ള എക്കണോമിക് ടൈസിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയും ചൈനയും നടത്തുന്നത്. ചൈന പതിയെ പതിയെ പാകിസ്ഥാനിൽ നിന്നും അകലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഇന്ന് തന്നെ യുഎസിന്റെ ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്റ് ഇന്ത്യക്ക് ഇട്ടിട്ടുണ്ട്. അത് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള വിഷയമാണ്. കാരണം എംബസി ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഈവന്റ് എന്നുള്ള നിലയിൽ അവർക്ക് അത് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ വയ്യ. നാളൊരു സമയത്ത് അമേരിക്കയുടെ പോളിസികളിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതേ അംബാസിഡറെ തന്നെ ആയിരിക്കും അവർ ഇന്ത്യൻ ഗവൺമെന്റിനോട് എന്തെങ്കിലും വിഷയങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കേണ്ടത്. അപ്പൊ ആ സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഏത് രാജ്യത്തുള്ള എംബസിയും ആ രാജ്യത്ത് നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം തന്നെ ഒരു വിഷസ് അവർ രേഖപ്പെടുത്താറുണ്ട്. ആ രീതിയിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സെൻകോം ഇന്നലെ ഓഗസ്റ്റ് 14 പാകിസ്ഥാന്റെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് സെൻകോം വളരെ വിശദമായ രീതിയിൽ ഒരു പോസ്റ്റ്, വലിയ പോസ്റ്റ് തന്നെ ഡിസൈൻ ചെയ്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് സെൻകോമിന്റെ പേജിൽ ഒരു രീതിയിലുള്ള പോസ്റ്റും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അമേരിക്കൻ ആർമിയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവരുടെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയെ ഫുള്ളി റിജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ബോധറേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയാവും, 100% ഉറപ്പാണ്. കാരണം ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് വേറെ ലെവലിലുള്ള ഏഷ്യൻ സൈഡിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ചലനം ഉണ്ടാക്കും. ചൈനയ്ക്കാണെങ്കിൽ നിർണായകമായിട്ടുള്ള ഗ്ലോബൽ സൗത്തിലുള്ള പല രാജ്യങ്ങളുടെ ഉള്ളിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യ ആണെങ്കിൽ പല രാജ്യങ്ങളുമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിച്ച് അവിടുത്തെ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട പല കോൺട്രാക്റ്റുകളും സ്വന്തമാക്കി വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ ഈ ഒരു സമയത്തിൽ ചൈന എന്തുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് ബിസിനസ് പരമായിട്ടുള്ള ബന്ധം വേണം, എക്കണോമിക് ടൈ വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത്? ചൈനയ്ക്ക് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് ഇന്ത്യക്കുള്ളിൽ പർച്ചേസിംഗ് പവർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മാർക്കറ്റ് ചൈന ലക്ഷ്യമിടുന്നു. ചൈന ഒരു സ്ഥലത്തെ എയിം ചെയ്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഒരു കച്ചവടത്തിനുള്ള താല്പര്യം 100% ഉറപ്പായിരിക്കും. ഇന്ത്യയിലും തീർച്ചയായിട്ടും അവർ ഇതേ താല്പര്യത്തോടു കൂടി തന്നെയാണ് വരുന്നത്. ഇപ്പൊ ടെസ്ല മാർക്കറ്റിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. അതുപോലെ ചൈനീസ് കമ്പനികളുടെ വാഹനങ്ങൾ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്, ഇലക്ട്രിക് കാറുകൾ. അതിന് കോമ്പറ്റീറ്റീവ് ആയിട്ട് ഇന്ത്യൻ കാറുകളും നിരത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതായത് നമ്മൾ ചൈനയ്ക്ക് മാർക്കറ്റ് തുറന്നു വിട്ടു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ, ഡയറി പ്രോഡക്റ്റ്, ഇതുപോലത്തെ ഈ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെല്ലാം തന്നെ നമ്മൾ ഇതേപോലെ ഹൈ താരിഫിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചൈനയുമായിട്ട് അമേരിക്കയ്ക്ക് എന്താണോ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേ ഡോർ ഓപ്പൺ ചെയ്താൽ മതി. ടെസ്ല എന്ത് താരിഫിലാണോ ഇവിടെ അകത്ത് ഇറങ്ങുന്നത് അതേ താരിഫിൽ ചൈന ഇറങ്ങിയാൽ മതി എന്ന് തന്നെയാണ് പറയുന്നത്. ചൈന അതിലുപരിയായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് വേണമെന്ന് ചോദിക്കുന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അമേരിക്കയുടെ കാർ ഉള്ളിൽ വന്നാലും ചൈനയുടെ കാർ ഉള്ളിൽ വന്നാലും നമുക്ക് ഒരുപോലെ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ എന്തായാലും അമേരിക്ക ഇതേ രീതിയിൽ സുഹൃത്ത് രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ താരിഫ് ഇട്ട് നമ്മളെ ലോകത്തിന്റെ മുന്നിൽ ഒരു നോക്കുകുത്തിയായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ
ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണ്, ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് മറ്റുള്ള പല രാജ്യങ്ങൾക്കും അറിയാം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയുമായിട്ട് നല്ല സഹകരണത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏഷ്യൻ സൈഡിൽ ഡോമിനേറ്റ് ചെയ്യുന്ന 2 പോപ്പുലേറ്റഡ് രാജ്യങ്ങൾ, അപ്പോൾ അവർ രണ്ടുപേരും കുറച്ചുകൂടെ ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ കാരണം ഡൊണാൾഡ് ട്രംപാണ്, ട്രംപിന്റെ താരിഫാണ്. അപ്പൊ എന്തായാലും ട്രംപ് ചെയ്യുന്ന മിസ്റ്റേക്ക് പിന്നീട് ട്രംപ് തിരിച്ചറിയും, പക്ഷെ അപ്പോഴത്തേക്കും ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും. US ഈ മാസം നമ്മൾ 2 ഡിഫൻസ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിരുന്ന മീറ്റിംഗ്സ് ആണ്. ആ മീറ്റിംഗ് നടക്കും എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ USന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഡിഫൻസുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനെ ആദരിക്കുന്ന ആൾക്കാരാണ് അവർ ഏത് രീതിയിൽ തീരുമാനം എടുക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ സൈഡിൽ നിന്നും ആ ഡിഫൻസ് മീറ്റിംഗിന് യാതൊരു തടസ്സങ്ങളും പറഞ്ഞിട്ടില്ല ഇതുവരെ, ഈ മൊമെന്റ് വരെ. ഒരു മീറ്റിംഗ് മിലിറ്ററി ഹാർഡ്വെയർ പ്രൊക്യൂർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്. അത് നടക്കുന്നത് ലൊക്കേഷൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അമേരിക്കൻ ഡിഫൻസ് ടീം ന്യൂഡൽഹി വിസിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ത്യ ഉന്നയിക്കുന്നത് തേജാസ് എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റിന്റെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് GE എഞ്ചിന്റെ ഈ ഒരു ഡിലേ, ആ ഡിലേയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു മീറ്റിംഗ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു മീറ്റിംഗിൽ വളരെ സുപ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഇനി ഏതെങ്കിലും പെനാൽറ്റി ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ രീതിയിൽ ഡെലിവറി ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉറപ്പ്, ഒരു കൺഫർമേഷൻ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ്. പ്രധാനമായിട്ടും ഈ മീറ്റിംഗിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അജണ്ട. ഇതിന്റെ വേറൊരു കോമഡി എന്താണെന്ന് പറഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള അതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ ഒന്ന് പഠിക്കാനും കൂടിയാണ് അവർ വരുന്നതെന്നാണ് പറയുന്നത്. ഈ പോയിന്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. കാരണം ഒരു സൈഡിൽ പാകിസ്ഥാനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയും, ഇന്ത്യയെ ഒരു സൈഡിൽ താഴ്ത്തിക്കെട്ടുകയും താരിഫൊക്കെ അടിച്ച് നമുക്ക് തരികയും, എന്നിട്ട് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് എങ്ങനെയാണ് ഇന്ത്യ ഓപ്പറേഷൻ നടത്തിയത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് തമ്മിൽ ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ കടന്നു കയറി വന്നിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇത്തവണ ഇന്ത്യ ഗ്രാസ് റൂട്ടിലല്ല, അതിന് ടോപ്പ് ലെവലിൽ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്ത് ഒഴിവാക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ട്രംപ് വീണ്ടും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഏതാണ്ട് ന്യൂക്ലിയർ യുദ്ധം നടത്തുന്ന ഒരു റേഞ്ചിലേക്ക് എത്തിപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇടപെട്ട് അതിനെ തടഞ്ഞതെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ട്രംപിന് വേണ്ടത് ഇന്ത്യ ട്രംപിനെ നൊബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യണം. അതാണ് ട്രംപിന്റെ ആവശ്യം. അതായത് ഈ താരിഫ് പോളിസീസ് ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ലേ, ഇതിന്റെ എല്ലാം ടോപ്പിലുള്ള എയിം എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റൊരു എയിമാണ്. അതായത് നൊബൽ പ്രൈസിന് ഇന്ത്യ നോമിനേറ്റ് ചെയ്താലും മതി. അത് ഓപ്പൺ ആയിട്ട് ഇന്ത്യ ട്രംപ് ആണ് ചെയ്തത് എന്നുള്ളത് അംഗീകരിക്കൊന്നും വേണ്ട. ജസ്റ്റ് നൊബൽ പ്രൈസ്, ഓസ്ലോയിൽ നൊബൽ പ്രൈസ് കമ്മിറ്റിയിൽ ജസ്റ്റ് ഒരു പേപ്പർ അങ്ങ് മൂവ് ചെയ്യുക, ഞങ്ങൾ ട്രംപിനെ റെക്കമെൻഡ് ചെയ്യുന്നു നൊബൽ പ്രൈസിന് എന്ന് പറഞ്ഞിട്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെയും വേണമെങ്കിൽ ഇന്ത്യ എടുത്ത് ഒരു വാക്ക് ചോദിച്ചാൽ ഇന്ത്യ നൊബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യും. അത് സ്വാഭാവിക പ്രക്രിയയായിരുന്നു. അതിനെ ഈ യുദ്ധവുമായിട്ട് ബന്ധിപ്പിച്ചത് കൊണ്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇന്റർണൽ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു തേർഡ് പാർട്ടി കൺട്രി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് വരുത്തുന്ന രീതിയിൽ വന്നതുകൊണ്ടാണ് ഈ വിഷയം ഇത്രയ്ക്ക് വഷളായത്. ഇത് ആകെ കൂടി കുളവാക്കിയത് ഡൊണാൾഡ് ട്രംപാണ്. ഇത് ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമാണ്. ഇത് അത്രയ്ക്ക് പ്രൈം മിനിസ്റ്റർ മോദിക്കും ഡൊണാൾഡ് ട്രംപിനും ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന രീതിയിൽ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അയാൾക്ക് വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ട് ഇത്രയും രാജ്യങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു ഫ്രണ്ട്ലി മാനറിൽ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അപ്പൊ എനിവേ കാര്യങ്ങളൊക്കെ ഇപ്പം കൈവിട്ട് പോയ സ്ഥിതിക്ക് വീണ്ടും ട്രംപ് ഈ ക്ലെയിം ആവർത്തിച്ച് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു താരിഫ് വിഷയം വന്നതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് ട്രംപ് ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുന്നത്. 2 തവണയും ഇന്ത്യ ഇതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല, ഇതിനെതിരെ ഒരു കമന്റ് പാസ്സാക്കിയിട്ടില്ല. കാരണം ഇന്ത്യ പറയേണ്ടതെല്ലാം തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പാകിസ്ഥാനിലെ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ പരാജയം, പാകിസ്ഥാന്റെ ലീഡർഷിപ്പിന്റെ പരാജയം, മിലിറ്ററി ലീഡർഷിപ്പ്, അതേപോലെ ആ രാജ്യത്തിന്റെ ലീഡർഷിപ്പിന്റെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യക്ക് മേളിൽ ഒരു വാർ മോങ്കറിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവർ കൊണ്ടു നടക്കുന്നത് ഇന്ന വിഷയം കൊണ്ടാണ്. അവരുടെ തോൽവി മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ രീതിയിലുള്ള നാടകം കളിക്കുന്നതായിട്ട് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് തന്നെ പാകിസ്ഥാനെ കണ്ടംപ്റ്റ് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ വളരെ വ്യക്തമായിട്ട് അമേരിക്കയെ കുറിച്ചൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നട്ട്ഷെല്ലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൽഫിഷ്നെസിന്റെ ടോപ്പ് ലെവൽ, സെൽഫിഷ്നെസ്, സ്വാർത്ഥത കൂടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്വാർത്ഥതയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് അമേരിക്കയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക് സെൽഫിഷ്നെസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ കറക്റ്റ് ആണ്. ഓരോ രാജ്യങ്ങളുടെയും പോവർട്ടി ഇൻഡെക്സ്, ദാരിദ്ര്യ രേഖ എത്രയുണ്ട്, ഈ രാജ്യങ്ങളൊക്കെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലാണോ താഴെയാണോ, ഏത് രീതിയിലാണ് അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻഡെക്സ് ഒക്കെ ഉള്ളത്,
ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ താരിഫ് ഇട്ടിരിക്കുന്നത്? കണ്ണും പൂട്ടിയും ഇട്ടിരിക്കുകയാണല്ലേ. അതായത് നീ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു മാടമ്പിത്തരം. അതിനെയാണ് എക്കണോമിക് സെൽഫിഷ്നെസ് എന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അമേരിക്കക്കെതിരെ ഇന്ത്യ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇനി എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ത്യ ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയോട് കാല് പിടിക്കുന്നതാണ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകളൊക്കെ വരും. പക്ഷെ അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് നടത്തുന്ന അലാസ്ക മീറ്റിംഗിൽ ഇന്ത്യയുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലും ഒരു റോളും അവിടെ കൊണ്ടുപോകേണ്ടതില്ല. പക്ഷേ ട്രംപ് മനഃപൂർവ്വം ഇന്ത്യയെ വലിച്ചഴക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. റഷ്യയ്ക്കും ഉക്രൈനും ഇടയിലുള്ള യുദ്ധം നിർത്തുക എന്നുള്ളതിലുപരിയായിട്ട് ഈ അലാസ്ക ചർച്ചയുടെ ഫോക്കസ് തന്നെ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. അതിന് കൊടുത്തിരിക്കുന്ന പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മേളിൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന ഈ ഒരു താരിഫിൽ എന്തെങ്കിലും കുറവ് രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അലാസ്ക ചർച്ചയിൽ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പം പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഇതിനകത്ത് ഉക്രൈന്റെ ഉള്ളിൽ നടക്കുന്ന വിഷയം എന്താണ്, ഉക്രൈന്റെ ലാൻഡ് സ്വാപ്പിംഗ് എന്താണ്, റഷ്യ ഏത് അവസ്ഥയിലാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡെപ്ത് ചർച്ചകളും എവിടെയും നടക്കുന്നില്ല. കംപ്ലീറ്റ് ചർച്ചകളും ഈ താരിഫും അലാസ്ക ചർച്ചയും ടോപ്പിക് തന്നെ ഇപ്പോൾ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗ്ലോബൽ നെറേറ്റീവാണ് നമുക്ക് ഗ്ലോബൽ മാധ്യമങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ആ രീതിയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതായത് ഇന്ത്യ ഇസ് എ ഫോക്കസ് പോയിന്റ്. താരിഫ് നെഗോസിയേഷന് വേണ്ടിയിട്ട് ട്രംപും പുടിനും ചർച്ച നടത്തുന്നതായിട്ടാണ് ഇപ്പോൾ പൊതുവിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആരുടെ താരിഫ് നെഗോസിയേഷൻ? ഇന്ത്യയുടെ താരിഫ് നെഗോസിയേഷൻ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോണം, ഇത് എത്രമാത്രം സില്ലി ആയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധം 3.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ യുദ്ധം തുടങ്ങി വെച്ച രാജ്യത്തിന്റെ ഇതിനു മുമ്പുള്ള ഭരണാധികാരികളാണ് അവർ തുടങ്ങി വെച്ചത്, ബൈഡൻ ഭരണകൂടം. അതിനെ പിന്തുടർന്ന് വന്ന ട്രംപിന്റെ സർക്കാർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഉക്രൈനെ കൈയൊഴിഞ്ഞിട്ട് നേരെ റഷ്യയുടെ അടുത്ത് ചേർന്നിട്ട് ഉക്രൈനെ ബീട്രേ ചെയ്യുകയും അവർക്ക് വാഗ്ദാനം ചെയ്ത ആയുധങ്ങൾ കൊടുക്കാതെ അതിനെ തടഞ്ഞു നിർത്തുകയും ചുറ്റുമുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, നാറ്റോ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് റഷ്യ കയ്യേറിയ സ്ഥലം ഉക്രൈൻ അങ്ങോട്ട് വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ വഴിയൊരുക്കിക്കൊണ്ട് അവരുടെ സ്ഥലം, അവരുടെ രാജ്യത്തിന്റെ സ്ഥലം അവർ പ്ലബിസൈറ്റ് നടത്തുവോ നടത്താതിരിക്കുകയോ ഏത് രീതിയിലെങ്കിലും അവർ വിട്ടുകൊടുക്കുകയോ കൊടുക്കുന്നില്ലയോ ഇതെല്ലാം തന്നെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷെ അതിനു വേണ്ടിയിട്ട് മൂന്നാമതൊരു രാജ്യത്തിനെ കൊണ്ട് അതിന്റെ ഉള്ളിൽ ഒരു ബന്ധമില്ലാത്ത ഒരു രാജ്യത്തിനെ കൊണ്ട് വെച്ചിട്ട് അവർക്കിട്ടിരിക്കുന്ന താരിഫ് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞ് ആടിനെ പട്ടിയാക്കുന്ന ഏർപ്പാടാണ് ശരിക്കും ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നറേറ്റീവിന് കുടപിടിക്കാൻ വേണ്ടിയിട്ട് കുറെ മാധ്യമ പ്രവർത്തകരും കുറച്ച് വെസ്റ്റേൺ മീഡിയാസ് ഉണ്ട്. അവരെല്ലാം തന്നെ ഇതേ നറേറ്റീവാണ് സൃഷ്ടിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ യുദ്ധം നിർത്തുവോ നിർത്താതിരിക്കുവോ, നിങ്ങൾ ഇന്ത്യക്ക് 200, 250, 300 താരിഫ് ഇട്ടോളൂ. ഇന്ത്യ അതിനെ മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്താണ് ഈ കളി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി തന്നെ ഇന്ത്യയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ നൈജീരിയയിൽ നിന്ന് ഓയിൽ മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം പലരും പല മാധ്യമങ്ങളും ഇവിടെ നറേറ്റ് ചെയ്യുന്നത് നമ്മൾ നൈജീരിയയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ചില ആൾക്കാർ ഇവിടെ പറഞ്ഞു പരത്തുന്നത്. പക്ഷെ അങ്ങനെയല്ല. ട്രംപ് നമുക്ക് താരിഫ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ 1.6 മില്യൺ ബാരൽ പെർ ഡേ ആണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ മേടിച്ചുകൊണ്ടിരുന്നത്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപിച്ച് വീണ്ടും ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും അഡീഷണൽ താരിഫ് പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യയുടെ ആ ഒരു പർച്ചേസിങ് കൂട്ടിയിരിക്കുകയാണ്. ശരിക്കും 2 മില്യൺ ബാരൽ പെർ ഡേ ആണ് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പെർ ഡേ വെച്ച് നമ്മൾ റഷ്യ എടുത്ത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെവിടെയാണ് നമ്മൾ എണ്ണ വാങ്ങൽ നിർത്താൻ പോകുന്നത്? ഒരിക്കലും നിർത്താൻ കഴിയില്ല. കാരണം നമുക്ക് ഒരുപാട് നീഡുണ്ട്, നമുക്ക് എണ്ണ ഒരുപാട് ആവശ്യമുണ്ട്, നമ്മൾ മേടിക്കും. നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് മേടിക്കും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചിലർ വില കൂട്ടും, ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ അവൈലബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എണ്ണ വന്നുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് വളരെ വളരെ അനിവാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കൺസ്യൂമർ രാജ്യമാണ്. നമ്മൾ നൈജീരിയ അല്ല, നമ്മൾ ലോകത്തുള്ള പല ഓപ്ഷൻസും നമ്മൾ തിരയും. വില കുറഞ്ഞ് എവിടെ കിട്ടുന്നോ അവിടെ നമ്മൾ മേടിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മൾ റഷ്യയുടെ അടുത്ത് എണ്ണ മേടിക്കുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ല, ഇതുവരെ കുറച്ചിട്ടുമില്ല. ഇനി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുള്ളി പറഞ്ഞത്, പുള്ളി BBC-ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ BBC മാധ്യമ പ്രവർത്തകൻ ഇന്ത്യയെ പോർട്രേ ചെയ്യാനാണ് ശ്രമിച്ചത്. പുള്ളി അതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ലോഡഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നത്. ആ ലോഡഡ് ക്വസ്റ്റ്യനിൽ ഇന്ത്യ ഒന്നാമത് സെൽഫ് റിലയന്റ് അല്ല എനർജി വിഷയത്തിൽ എന്ന് പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ നമ്മൾ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ്. അത് മറന്നുകൊണ്ടാണ് ഈ ചോദ്യം മുന്നോട്ട് വരുന്നത്. അപ്പൊ എപ്പോഴും ഈ ബ്രിട്ടീഷുകാർക്കുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, അതായത് എപ്പോഴും ഈ കോളനൈസ്ഡ് ചെയ്യപ്പെട്ട രാജ്യങ്ങളെ കാണുമ്പോഴത്തേക്കും അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് ഇച്ചിരി കണ്ണുകടിയാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പോസ്റ്റ് ചെയ്തത്. അതിൽ പരമാവധി അമേരിക്കയെ ടച്ച് ചെയ്യാതെയുള്ള ആൻസറുകളാണ് ഏറ്റവും കൂടുതൽ മിനിസ്റ്റർ പറഞ്ഞു പോയത്. അപ്പൊ അതിലൊരു ചോദ്യം വന്നത്, എന്തുകൊണ്ടാണ് റഷ്യയുടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നത്? റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ.
അപ്പൊ അങ്ങനത്തെ ചോദ്യത്തിന് നമ്മൾ കൃത്യമായിട്ട് എന്താണോ ജയശങ്കർ പറഞ്ഞ ഉത്തരം, ആ ഉത്തരം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് വെസ്റ്റിന് മേടിക്കുമ്പോൾ കുഴപ്പമില്ല, അമേരിക്ക ബില്യൺ കണക്കിൽ ട്രേഡ് റഷ്യയുമായിട്ട് ഇപ്പോഴും നടത്തുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യ എണ്ണ മേടിക്കുമ്പോൾ മാത്രമാണ് ഈ കുഴപ്പം വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. അതിനെ തുടർന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പക്ഷെ അതിനൊക്കെ തന്നെ വളരെ ഹാർഷായിട്ടുള്ള മറുപടി തന്നെ ഇന്ത്യയുടെ സൈഡിൽ നിന്നും അവർക്ക് കൊടുത്തത് ശരിക്കും. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സാങ്ഷൻ ചെയ്യപ്പെട്ട ഫ്ലീറ്റുകൾ കൊണ്ട് ഇന്ത്യ എണ്ണ മേടിക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പൊ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് മിനിസ്റ്റർ കൊടുത്തത്. ഇന്ത്യ ടെൻഡേഴ്സ് മാത്രമാണ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലാതെ ഇന്ത്യ ഒരിക്കലും ഫ്ലീറ്റ് വാടകയ്ക്ക് എടുത്ത് സർവീസ് ചെയ്യാറില്ല. അതാണ് പറഞ്ഞത്. അതായത് എണ്ണ കൊണ്ടുവരുന്ന ആ ഒരു ഫ്ലീറ്റ് ഇല്ലേ, ആ ഒരു ടാങ്കർ, ആ ഓയിൽ ടാങ്കർ ഇന്ത്യയുടേതല്ല. ഇന്ത്യ ടെൻഡർ വിളിക്കും. ആ ടെൻഡറിൽ പിക്ക് ചെയ്ത് വരുന്ന കമ്പനികൾ അവർ ഏത് രീതിയിൽ സപ്ലൈ നടത്തുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ട വിഷയമേ അല്ല. അതിന് വളരെ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഉത്തരമാണ് മിനിസ്റ്റർ കൊടുത്തത്. വളരെ കൺവിൻസബിൾ ആണ്. അതിന്റെ അപ്പുറത്തേക്ക് പുള്ളിക്ക് ഒരു ചോദ്യം ഇല്ലായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ചോദ്യം ചോദിക്കാൻ വന്നവൻ അവിടെ വായടച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇന്ത്യയിലുള്ള പല മിനിസ്റ്റേഴ്സും ആ ഒരു പോളിസി പിന്തുടരുന്നുണ്ട് ശരിക്കും. അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള എനർജി മേഖലകളെ കുറിച്ചും ഈ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കോൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ഈ കോൾ കത്തിച്ചുകൊണ്ടുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതിലുള്ള കാർബൺ എമിഷനെ കുറിച്ചൊക്കെ വളരെയധികം വാചാലനായിട്ടാണ് ഈ BBC റിപ്പോർട്ടർ അവിടെ ചോദിച്ചത്. അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. എത്ര ശതമാനം കോളിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ശതമാനം കാർബണാണ് ഇവിടുന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് USA വന്നിരിക്കുന്ന ഭരണകൂടം ക്ലൈമറ്റ് ചേഞ്ചിനെയോ കാർബൺ എമിഷനെയോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെയോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെയോ എന്തിനു ഭേദം യുണൈറ്റഡ് നേഷൻസിനെ വരെ തള്ളിപ്പറഞ്ഞ രീതിയിലുള്ള ഒരു ഭരണകൂടമാണ് അമേരിക്കയിലുള്ളത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ അവിടെ പോയല്ലേ ചോദിക്കേണ്ടത്, അല്ല നേരെ വന്നിട്ട് ഇന്ത്യക്കുള്ളിലല്ല ഇതൊക്കെ ചോദിക്കേണ്ടത്. ഇന്ത്യ വളരുന്ന ഒരു രാജ്യമാണ്. നമ്മളുടെ ഇതേ ഒരു സ്റ്റേജിൽ അമേരിക്ക ഉണ്ടായിരുന്ന സമയത്ത് അവരുടെയൊക്കെ കാർബൺ എമിഷൻ എത്രയായിരുന്നു എന്നുള്ളത് ആർക്കറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രികളും ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് നിന്ന് കാർബൺ എമിഷൻ തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിനെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പലതും എടുക്കുന്നുണ്ട്. നമ്മൾ ഗ്രീൻ എനർജി പ്രോജക്റ്റ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സോളാർ പാനലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ സോളാർ പ്രോജക്റ്റുകൾ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും BBC പോലത്തെ മാധ്യമങ്ങളൊക്കെ ഏത് രീതിയിൽ പ്രൊപ്പഗൻഡ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അത് ആ ഇന്റർവ്യൂവിൽ ഉടനീളം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ പ്രസക്തമായിട്ടുള്ള 2-3 ഭാഗങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ വാങ് ഓൺ ആണ് ഇത്തവണത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിൽ പങ്കെടുത്തത്. സിംഗപ്പൂരിന് ആ ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ നമ്മൾ ക്ഷണിക്കും. ഇൻഡിപെൻഡൻസ് ഡേക്കും ക്ഷണിക്കും. അതേപോലെ ജനുവരി 26-നുള്ള നമ്മളുടെ റിപ്പബ്ലിക് ഡേക്കും നമ്മൾ ക്ഷണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇത്തവണ സിംഗപ്പൂറാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അത് വളരെ ഒരു പോസിറ്റീവ് നോട്ടാണ്. കാരണം സിംഗപ്പൂറിന് നമുക്ക് തമ്മിൽ വളരെയധികം സെമി കണ്ടക്ടർ മേഖലയിലുള്ള ജോയിന്റ് പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഈ 2025 ലാസ്റ്റോടുകൂടി തീർച്ചയായിട്ടും നമ്മളുടെ ഓൺ സെമി കണ്ടക്ടർ ചിപ്പ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.